കണ്ടോ, ഞാൻ സീരിയസ് ആയിട്ട് ഒരു കാര്യം തന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയി ചെയ്ത ചില സീനുകളോ ട്വിസ്റ്റുകളോ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടോ? ഡയറക്ടറും എഴുത്തുകാരനും വളരെ സീരിയസ് ആയി മേക്ക് ചെയ്ത് വെച്ചത്, പക്ഷെ കാണുന്നവർക്ക് കോമഡിയായി പോയ ചില സീനുകളുണ്ട്. അത്തരത്തിലുള്ള സീനുകളായിരുന്നു നോക്കാം ഇന്നത്തെ റിവേഴ്സ് ക്ലാപ്പിൽ. അപ്പോൾ തുടങ്ങാം. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന സിനിമയിലെ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. പ്രജാപതിയിലെ ഈ സീനിൽ മമ്മൂക്ക തോക്കുമായി മുന്നിൽ നിൽക്കുന്ന വില്ലനോട് ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ ഈ സെയിം ഡയലോഗും പറഞ്ഞ് അതിന്റെ മലയാളത്തിലുള്ള അർത്ഥവും പറഞ്ഞു കൊടുത്ത് ഒന്ന് മാസാക്കാൻ നോക്കിയതാ. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം ഇടയിൽ കൊണാരം അടിക്കരുത്. പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. പക്ഷെ സംഭവിച്ചത് ആ വില്ലനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മമ്മൂക്ക പറഞ്ഞത് വില്ലൻ അക്ഷരം പ്രതി അനുസരിച്ചു. വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം ഇടയിൽ കൊണാരം അടിക്കരുത്. ജോഷി ചിത്രം സലാം കാശ്മീരിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനാണിത്. അതുവരെ വീട്ടുജോലിയും ചെയ്ത് കുഞ്ഞിനെ നോക്കി നടത്തുന്ന ശ്രീകുമാർ ആരായിരുന്നു എന്ന് റിവീൽ ചെയ്യുന്ന സീൻ. പക്ഷേ ഈ സംഭവം ഒരുപാട് കണ്ടവർക്ക് ഒരു ഞെട്ടലും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ജയറാമേട്ടൻ്റെ ആ എക്സ്പ്രഷൻസും കൂടി ആയപ്പോൾ ശരിക്കും ആ സീനൊരു ട്രോൾ മെറ്റീരിയലായി മാറുകയായിരുന്നു. ഇന്നും ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സീൻ. ഇതുപോലെ തന്നെ ചീറ്റിപ്പോയൊരു സീനായിരുന്നു ആറാട്ടിലെ നെയ്യാറ്റിൻകര ഗോപൻ ആരാണെന്ന് റിവീൽ ചെയ്യുന്ന സീൻ. അതുവരെ എങ്ങനെയൊക്കെ പിടിച്ചിരുന്ന പ്രേക്ഷകനെ പിന്നെയും വെറുപ്പിക്കുന്നതായി ആ സീൻ. കൂടെ ഒരു മരണമാസ് BGM. ഈ സെയിം സാധനം തന്നെ തൻ്റെ പടമായ മാസ്റ്റർ പീസിലും മോൺസ്റ്ററിലും ഉദയകൃഷ്ണ പയറ്റിട്ടുണ്ടെന്ന കാര്യം ഞാൻ ഇവിടെ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഷാജി കൈലാസ് ചിത്രം കാപ്പയിലും ഇതുപോലൊരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്. അന്നാബൻ ഗുണ്ടവിനുമായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും തുടർന്ന് ഗുണ്ടവിനുവും കൊട്ടപ്രമണിയും തമ്മിലുള്ള വാക്കുപോരും. പക്ഷെ കണ്ടു നിന്ന പ്രേക്ഷകർക്ക് ചിരിയാണ് വന്നത്. കാരണം ആ ഒരു ക്യാരക്ടർ ചെയ്ത ആക്ടേഴ്സും തന്നെയായിരുന്നു. കൂടെ ആ പേര് കൂടി ആയപ്പോൾ ആ സീനെ അങ്ങ് കൈവിട്ടുപോയി. കാപ്പ 2 ഇറങ്ങുമ്പോൾ ഇവർ തമ്മിലുള്ള ഗ്യാങ് വാർ കാണുമായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കൂ. കൊല്ലുമ്പോൾ വേദനയെ അറിയിക്കാതെ കൊല്ലണമെന്നാണ് നിയമം. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാനത് തിരുത്തുകയാണ്. നിന്റെ മരണം നീ എന്നും ഓർത്തിരിക്കണം. കേട്ടിട്ട് എന്ത് തോന്നുന്നു? എന്ത് പറയാനല്ലേ, കൂടുതലൊന്നും പറയുന്നില്ല. ചിലപ്പോൾ വല്ല അർത്ഥവും കാണുമായിരിക്കും. സാധാരണ നാടൻ റോളുകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ജയറാമേട്ടൻ ട്രാക്ക് മാറ്റിയ മാസ് ചിത്രമാണ് സത്യ. സാധാരണ മാസ് സിനിമകളിൽ നായകന്മാർക്ക് ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടാകാറുണ്ട്, സവാരി ഗിരിഗിരിയൊക്കെ പോലെ. പക്ഷെ ഈ സിനിമയിലെ പഞ്ച് ഡയലോഗോ ഞാൻ കൂൾ മാസിൽ നിന്നും നേരെ മാസ് കൂളിലേക്ക്. ഈ ഒരു ഡയലോഗ് തന്നെ കോമഡിയായി മാറി. ഇത്തരം മാസ് റോളുകൾ ജയറാമൻ ചെയ്തില്ലെന്ന് തിയേറ്റർ കളക്ഷനും തെളിയിച്ചു. അപ്പോൾ ഇതുപോലെ കോമഡിയായി തോന്നിയ രംഗങ്ങൾ ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.